മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. ഇമാമിങ്ങളെ കിതാബിലൊരു ചർച്ചയുണ്ട്. നിങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ, അവിടെ ഒരു ചർച്ചയുണ്ട്. അതേപോലെ അതിന്റെ ഹാഷിയായ സബ്റാമുൽ നസി നോക്കൂ, ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം, കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സബ്റാമുൽ നസിയും നോക്കുന്നവർക്ക് കാണാം. എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി, ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്. സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം. നിഹായിയും സബ്റാമുൽ നസിയും നോക്കിക്കോളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ആ കാലം കുറച്ച് മുന്നോട്ട് നീങ്ങി 953 ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചുക്ലിയിലാണ്. മഹാനവറുകൾ അടക്കം മുഹമ്മദ് കോയ സാലിയാത്തി അടക്കമുള്ള വലിയ ആലിമീങ്ങൾ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പാറക്കടു വലിയ ഖാദി അവറുകൾ ആ സമ്മേളനത്തിന്റെ 2 ദിവസം മുമ്പോ മറ്റോ മരണപ്പെട്ടു പോയതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൾ പെരിന്തൽമണ്ണ യോഗം ചേർന്നിട്ട് പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു. അന്ന് അവര് പിഴച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമെ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത്, അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി പെരുമാറാതിരിക്കുക. എന്തിനാണത് പറഞ്ഞത്? കാരണം അവരുമായി കൂടി പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം നമ്മുടെ മുസ്ലിമീങ്ങളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. ആ പണ്ഡിതന്മാരെ 100% പിന്തുടർന്ന് അന്നത്തെ ഉലമാക്കൽ പറഞ്ഞ അതേ നയത്തിലും അതേ ആശയത്തിലുമായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതാണ് താജുൽ ഉലമ നേതൃത്വം നൽകിയത്, അതാണ് സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകിയത്, അതാണ് റഈസുൽ ഉലമ നേതൃത്വം നൽകുന്നത്. അതിന്റെ വലിയ സമ്മേളനങ്ങളും പരിപാടികളുമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നടക്കാനുണ്ട്. നിങ്ങളെല്ലാവരും നല്ല ആവേശത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മകൾ വാരി വിതറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, മഹാനായ ശൈഖുനാ അവറുകൾക്കും അതുപോലെ ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും നീ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും നല്ല ഹിമ്മത്തോടെ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ.